ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ ഡിമാൻഡ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത്? ഡിമാൻഡ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിമാൻഡ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഡിമാൻഡ് എന്താണ്. ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വില്ലിങ്നെസ് ടു ബൈ എ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഒരു ബൈ എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയോ ഒക്കെ വാങ്ങിക്കാനുള്ള നമ്മുടെ ആ ഒരു വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പിന്നെ അതിന്റെ ടൈപ്സ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അപ്പൊ നമ്മള് ഒരു സാധനം, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുള്ള ഒരു സാധനമായിരിക്കും, നമ്മൾ അത് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അതിന് പൈസ കൊടുത്ത് അത് വാങ്ങിക്കാൻ ഉള്ള ഒരു ആവശ്യകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിമാൻഡ് എന്താണ്, ഇപ്പൊ അതിനകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ഇപ്പൊ നമ്മളുടെ മെഡിസിൻസ് അല്ലെങ്കിൽ ലൈഫ് സേവിങ് ഹാക്സ്, അതായത് നമുക്ക് നെസസിറ്റി ആയിട്ടുള്ള നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്, മെഡിസിൻസ്, ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്കതിന് ഒരു ഡിമാൻഡ്, അതായത് നമ്മളിപ്പം എത്ര രൂപയാണെങ്കിലും അതിന്റെ പ്രൈസ് എത്ര കൂടിയാലും അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അതൊരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ആയതുകൊണ്ട്. ഇനിയിപ്പോ നമുക്ക് അത്ര എസെൻഷ്യൽ ഒന്നും അല്ല, വേണമെങ്കിൽ മതി, പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അങ്ങനെയുള്ളതാണെങ്കിലോ അതിന്റെ ഡിമാൻഡ് കുറവായിരിക്കും. സോ നമുക്ക് പല കാറ്റഗറിയിൽ ഡിമാൻഡ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യമായ നമുക്ക് നെസസിറ്റി ആയിട്ടുള്ള സാധനത്തിന് ഡിമാൻഡ് എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കും. ഇനി നമുക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിലാണ് ഈ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം റെയിനി സീസണിൽ നമുക്ക് കുട വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് കുട ആ ഒരു ഡിമാൻഡ് നമുക്ക് കൂടുതലായിരിക്കും. മറ്റേ സമയത്ത് അത്രയും നമുക്ക് കുട ആവശ്യമില്ല, അപ്പൊ അതനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കുറയും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ റെയിൻ കോട്ട്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആ ഡിമാൻഡ് നമ്മളുടെ ആ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡിമാൻഡ് ഇസ് എ ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ആ ഒരു വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഇസ് ദ വാല്യൂ ഓഫ് എ തിങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൈസയുടെ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പ്രൈസ് എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു കമ്മോഡിറ്റിക്ക് എത്ര പ്രൈസ് ആണെന്ന് വെച്ചാൽ എത്ര രൂപയാണ് നമ്മൾ അതിനെ പേ ചെയ്യേണ്ടത്. ഞാൻ ആ സാധനം വാങ്ങിക്കണമെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ എന്റെ കയ്യിലിരിക്കുന്ന പെൻ, ഈ പെന്ന് 10 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ 10 റുപ്പീസ് ആണ് അതിന്റെ പ്രൈസ്. അതായത് ഒരാൾ 10 റുപ്പീസ് തരുമ്പോഴാണ് നമ്മൾ ഈ പേന സെല് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. അതായത് ഇതിനകത്ത് 3 ടേംസ് ആണ് വരുന്നത്. റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഇനി സെക്കൻഡ് ടേം ഏതാണ്? ഇൻ എ ഗിവൺ പീരീഡ്. തേർഡ് ടേം ഏതാണ്? ഗിവൺ പ്രൈസ്. അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ആ ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എന്തുമാത്രം ആൾക്കാർ ഇത് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ആ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒണിയൻ ഇപ്പൊ ഒരുപാടുള്ള സീസണൊക്കെയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ 4 കിലോ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 3 കിലോ 100 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? അതിന്റെ ആവശ്യകത കൂടും. ആൾക്കാരെല്ലാം ഓണിയൻസ് വാങ്ങിക്കാൻ തുടങ്ങും. ഇപ്പം 1 കിലോയ്ക്ക് ഒരു 200 രൂപയൊക്കെ ആണെങ്കിൽ ഓണിയൻ നമ്മൾ അത്രയും വാങ്ങിക്കുവോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ 1/2 കിലോയോ അല്ലെങ്കിൽ 1 കിലോയോ വാങ്ങിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഡിമാൻഡ് എങ്ങനെയാണ്? ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പം ഉള്ളിയുടെ വില എപ്പോഴും ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല. ഉള്ളി കൂടുതൽ ലഭ്യമായ സമയത്ത് ഉള്ളിയുടെ വില കുറവായിരിക്കും. അതായത് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഉള്ളി വാങ്ങിക്കാം. ഇനി ഭയങ്കര കൂടിയ പ്രൈസിലാണെങ്കിൽ നമ്മൾ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും അതിന് പകരമായിട്ട് ചെറിയുള്ളി അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു രീതിയിലോട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ എടുക്കും. സോ നമ്മുടെ ക്വാണ്ടിറ്റിയും ആ ഒരു പർട്ടിക്കുലർ ടൈമും ആ ഒരു പർട്ടിക്കുലർ പ്രൈസും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഡിമാൻഡ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു സമയത്തുള്ള ഡിമാൻഡ് ആയിരിക്കില്ല വേറൊരു സമയത്ത്. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കോവിഡ് സിറ്റുവേഷനിൽ മാസ്കും സാനിറ്റൈസറും വളരെ എസെൻഷ്യലാണ്. അത് നമ്മൾ എത്ര രൂപയാണെങ്കിലും നമ്മളത് അതിന് പേ ചെയ്യും. അതിന്റെ ഡിമാൻഡ് കൂടുതലാണ്. പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് കോവിഡ് സിറ്റുവേഷൻ ഇല്ല.
അപ്പൊ നമുക്ക് എന്ത് പറ്റും, ആ മാസ്ക് സാനിറ്റൈസർ ഒന്നും നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറവാണ്. അപ്പൊ അതാണ് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ നോക്കും. കോവിഡിന്റെ സമയത്തായിരുന്നു ആ ഡിമാൻഡ് കൂടുതൽ, ഇപ്പൊ നമുക്ക് കോവിഡ് ഇല്ല, ഡിമാൻഡ് കുറവാണ്. സോ അതിന്റെ പ്രൈസ് നോക്കും. ഇതെല്ലാം എന്തിന്റെ ഫാക്ടേഴ്സ് ആണ്? ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ആദ്യത്തെ ഫാക്ടർ എന്താണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. When you visit a market to buy a commodity, you go to seller of that commodity and ask for its price first. If you think that price is reasonable, you buy the required quantity of the commodity. On the other hand, if the price is higher, you may not buy or buy less quantity of it. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക. ഇപ്പോൾ ഒരു ആപ്പിൾ, ഫോർ എക്സാമ്പിൾ ആപ്പിൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആപ്പിളിന് 1 കിലോ 500 രൂപയാണെങ്കിൽ നമ്മൾ ആ ആപ്പിൾ എന്ത് ചെയ്യും? 1 കിലോ വാങ്ങിക്കാൻ നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ചിലപ്പോൾ 1/2 കിലോ വാങ്ങിക്കും, അല്ലേ? ഇപ്പൊ ആപ്പിളിന് 1 കിലോയ്ക്ക് 50 രൂപയുള്ളെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 കിലോ വേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ 2 കിലോ വാങ്ങിച്ചെന്നിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യം വില നോക്കും. ആ വില നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇനി നമുക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മെഡിസിൻ ആണെങ്കിലോ, വളരെ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് നമുക്ക് വില കൂടിയതെങ്കിൽ നമ്മൾ ആ പൈസ നോക്കാതെ തന്നെ നമ്മളത് വാങ്ങിക്കും. സോ മെയിൻ ആയിട്ടും അത് നമ്മുടെ ആ ഒരു എക്സെപ്ഷണൽ കേസാണ് നമ്മളുടെ ഈ മെഡിസിൻസിന്റെ ഒക്കെ കേസ്. അല്ലാതെ കോമൺ ആയിട്ട് നമ്മൾ പ്രൈസ് നോക്കിയിട്ടാണ് ഇതിന്റെ ഡിമാൻഡ് വേരി ചെയ്യുന്നത്. പ്രൈസ് കൂടുതലാണെങ്കിൽ എന്താണ്, നമ്മൾ അതിന്റെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കുള്ളൂ. പ്രൈസ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കും. ഇനി നോക്കിയേ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് the demand for a commodity is also influenced by price of its related goods. അപ്പൊ ഈ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടൊന്ന് എന്താണ് റിലേറ്റ് ചെയ്യുന്ന ഗുഡ്സ്. അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സോ അപ്പൊ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? Substitute goods are those goods which can easily be used in place of each other. അതായത് ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. ഇപ്പൊ ടീക്ക് വില കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യും? നമുക്ക് കോഫി പ്രിഫർ ചെയ്യും. രണ്ടിനും നമുക്ക് ഏകദേശം ഒരേ രീതിയിലുള്ള എഫക്റ്റ് ആണ് കിട്ടുന്നത്. സോ ടീക്ക് വില കൂടിയാൽ നമ്മൾ കോഫി പ്രിഫർ ചെയ്യും. അപ്പൊ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒന്നില്ലെങ്കിലും നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറൊന്ന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ പറയുന്നത്. സോ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആർ കോക്ക് ആൻഡ് പെപ്സി. കണ്ടോ, കോക്ക് ആൻഡ് പെപ്സി ഒക്കെ ഏകദേശം സെയിം എഫക്റ്റ് ആണ്. ടീ ആൻഡ് കോഫി. If the price of coffee increases, people will demand more of tea and thus demand for tea will increase. അപ്പൊ എന്താണ്? കോഫിയുടെ പ്രൈസ് കൂടുവാണ്. അപ്പൊ എന്താണ്? ടീയുടെ ഡിമാൻഡ്, ആൾക്കാർ ടീ വന്ന് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ. ഇപ്പൊ എയും ബി എന്ന് പറഞ്ഞാൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ എയുടെ പ്രൈസ് കൂടി, പ്രൈസ് കൂടുമ്പം എയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. സോ അപ്പം ബിയുടെ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടും. അതായത് എയുടെ വില കൂടി, അപ്പൊ എയുടെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയത് കാരണം ബിയുടെ ഡിമാൻഡ് കൂടി. ഓക്കെ, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, സോ ഇഫ് പ്രൈസ് ഓഫ് കോഫി falls, people will demand more of coffee and thus demand for tea will fall. So the demand for a commodity is directly related to price of its substitute goods. അപ്പൊ ഡിമാൻഡ് എപ്പോഴും അതിന്റെ പ്രൈസും ആയിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. ഇനി അടുത്തത് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ്? കോംപ്ലിമെന്ററി ഗുഡ് ഈസ് എ ഗുഡ് ദാറ്റ് ആഡ് വാല്യൂ ടു അനദർ ഗുഡ് വെൻ ദേ ആർ കൺസ്യൂം ടുഗദർ. അതായത് രണ്ടും കൂടെ വാങ്ങിച്ചാല്, ഇപ്പൊ ടീ പൗഡറും ഷുഗറും, ടീ പൗഡറിന് വില കൂടുമ്പം ഷുഗറിനും ഓൾമോസ്റ്റ് വില കൂടും. കാരണം എന്തുകൊണ്ടാണ്? ടീ പൗഡറിന് കൂടെ എപ്പോഴും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഷുഗറാണ്. അപ്പൊ ടീ പൗഡറിന് വില കൂടുമ്പം ഓൾറെഡി നമ്മുടെ ഷുഗറിനും വില കൂടും. അത് എന്തിനെ റിസൾട്ട് ചെയ്യും? ടീയുടെ വില കൂടാനും റിസൾട്ട് ആവും. അപ്പോൾ അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഒന്നിനോട് കൂടെയാണ് നമ്മൾ മറ്റൊന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് ഗുഡ്സ് എന്നാണ് പറയുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നാണ് പറയുന്നത്. So two goods A and B are complementary if using more of good A requires the use of more of good B. For example, demand of one good generates demand of other. അതായത് ഒന്നിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അടുത്തതിന്റെ ഡിമാൻഡ് കൂടുവാണെങ്കിൽ നമ്മൾ അതിന് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയും. ഒന്നിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കുറയുവാണെങ്കിൽ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയും. സോ ഇതിന്റെ പ്രൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ സെക്കൻഡ് പോയിന്റ് അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. തേർഡ് പോയിന്റ് ഇൻകം ഓഫ് ദ ബയർ.
ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ഇൻകം ഓഫ് ദ ബയർ. അതായത് നമ്മുടെ ഇൻകം കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിമാൻഡ് കൂടുന്നത്. അതായത് ഇപ്പൊ നമുക്ക് നല്ല ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രൈസ് ഒന്നും നോക്കില്ല, നമ്മൾ അതിന്റെ പ്രൈസിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പൊ ഇൻകം കുറവാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രൈസും കൂടെ കൺസിഡർ ചെയ്യുന്നത്. സോ when your income increases, you are likely to spend more on purchase of some goods such as fruits, full cream milk, butter, etc. Such goods are normal goods. ഇനി നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കൂടുന്നതിനെയാണ് നമ്മുടെ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് നല്ല ഇൻകം ഉണ്ട്, അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു, അതിനെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും. സോ ദ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഇൻകം ഓഫ് ദ ബയർ. കാരണം നമ്മുടെ ഡയറക്ട്ലി റിലേറ്റഡ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഗുഡ്സ് നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നു, അപ്പൊ അതിനെ നോർമൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. Next one, but there are some goods whose demand decrease when income of the buyer increases, such as jowar, bajra, torn milk, etc. These goods are called inferior goods. So the demand for inferior goods is inversely related to the income of the buyer. ഇനി എന്താണ് ഇൻഫീരിയർ ഗുഡ്സ്? ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്? അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഡിമാൻഡ് കൂടുന്നില്ല, നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഗുഡ്സിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നു, അതിന്റെ ഡിമാൻഡ് കൂടുന്നുവെങ്കിൽ അതിനെ നോർമൽ ഗുഡ്സ് എന്നും, ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ അത്രയും കൺസപ്ഷൻ നടത്തുന്നില്ലെങ്കിൽ അതിന് ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. സോ തേർഡ് പോയിന്റ് എന്താണ്? ഇൻകം ഓഫ് ദ ബയർ. നെക്സ്റ്റ് നാലാമത്തെ എന്താണ്? ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഫാഷൻ. Taste, preference and fashion are important factors which affect the demand for a commodity. For example, if Monica prefers jeans and tops in comparison to salwar. ഇപ്പൊ നമുക്ക് ജീൻസ് ആൻഡ് ടോപ്സിന്റെ ഒക്കെ ഫാഷൻ കൂടി വരുവാണ്. അപ്പം ഇപ്പൊ കുറെ നമ്മളൊരു ടൗണിൽ ഒരു കട ഇട്ടേക്കുവാണ്. അപ്പൊ അവിടെ മൊത്തം കൂടുതലും എന്താണ്? കൂടുതൽ ഫാഷൻ സ്റ്റോറുകൾ. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് പ്രിഫറൻസ് മോഡേൺ ഡ്രസ്സിനോടാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കൂടുതലും ട്രഡീഷണൽ ഡ്രസ്സിനോടാണ്. അപ്പൊ ഇതെല്ലാം ഡിമാൻഡിനെ വേരി ചെയ്യും. നെക്സ്റ്റ് വൺ എന്താണ്? അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഗവൺമെന്റ് പോളിസി, ടെക്നോളജി, കൺസ്യൂമർ എക്സ്പെക്ടേഷൻ എക്സെട്ര. ഇപ്പൊ ഗവൺമെന്റ് പോളിസി, ഇപ്പൊ ചില സാധനങ്ങൾക്ക് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ ടാക്സ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ച് മടിയാണ് ആ ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി, നല്ല പുതിയ ടെക്നോളജി ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ആ ടെക്നോളജി ഒക്കെ അല്ല, പഴയ ടെക്നോളജി ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിമാൻഡ് വേരിയേഷൻ നടക്കുന്നത്. സോ ഡിമാൻഡ് ഫംഗ്ഷൻ എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ ബയർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ നമുക്ക് യൂസ്ഫുൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടും ഡിമാൻഡ് വേരി ചെയ്യാം. സൈസ് ഓഫ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നല്ല ഇൻകം ഉള്ള ആളാണോ ഇൻകം കുറവുള്ള ആൾക്കാണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഇനി അടുത്ത ടാക്സ് പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഒത്തിരി ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് ഡിമാൻഡ് കുറവായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷനകത്ത് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 മാർക്സ് ആയിട്ടും 8 മാർക്സ് ആയിട്ടും ചോദിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത് എന്ന്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ്. എന്തൊക്കെയാണ് ഡിമാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സോ ഫസ്റ്റ് വൺ, ഡൈനാമിക് ഇൻ നേച്ചർ. എന്താണ് ഡൈനാമിക് ഇൻ നേച്ചർ? Demand is dynamic in nature. It means that demand for a commodity does not remain same at all time. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും സെയിം ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ കോവിഡ് സമയത്ത് മാസ്ക്, സാനിറ്റൈസറും ഒക്കെ ഡിമാൻഡ് കൂടുതലായിരുന്നു. അല്ലാത്ത സമയത്ത് അതിന്റെ ഡിമാൻഡ് കുറവാണ്. അപ്പം അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ടൈമിനനുസരിച്ച് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. സെക്കൻഡ് വൺ എന്താണ്? എക്സ്പ്രസ് വിത്ത് റെസ്പെക്ട് ടു ടൈം പീരീഡ്. ടൈം പീരീഡിനനുസരിച്ച് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Demand for a commodity is expressed with reference to time. Even the price of commodity is same, the demand may change in an hour, day, month or year. ഇനി എന്താണ്? പ്രൈസ് സെയിം ആയിരിക്കും, ചിലപ്പം അതിന് നമുക്ക് അവർ, ഡേ, മന്ത്, ഇയർ ഇതനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡിന് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മുടെ ഒരു റെയിൻകോട്ടിന്റെ പ്രൈസ് ഇപ്പൊ 200 റുപ്പീസ് ആണെങ്കിൽ അത് സമ്മർ സീസണിലും റെയിനി സീസണിലും സെയിം ആയിരിക്കും. പക്ഷെ റെയിനി സീസണിലായിരിക്കും അതിന്റെ ഡിമാൻഡ് കൂടുതൽ. അപ്പൊ അത് മന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ ഇയർ ബേസ് ചെയ്തിട്ട് ചില സമയത്ത് ഭയങ്കര മഴക്കാലം ആണെങ്കിൽ റെയിൻകോട്ടിന്റെ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ്. ഇനിയിപ്പോ നമുക്ക് അത്ര എസെൻഷ്യൽ ഒന്നും അല്ല, അങ്ങനെയാണെങ്കിൽ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യാം. എസെൻഷ്യൽ ഒന്നും അല്ലാത്ത സംഭവമാണെങ്കിൽ പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് അത്രയും വാങ്ങിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ സപ്ലൈ. സപ്ലൈ നേരത്തെ ഞാൻ ഒണിയന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സപ്ലൈ ഓഫ് ഒണിയൻസ് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാം, അപ്പൊ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ ലൈക്ക് പ്രൈസ്, there is an inverse relationship between supply and demand of a commodity. With a low supply, people get ready to pay any price to get the product. അതായത് ഇപ്പൊ നമ്മുടെ കോവിഡ് സീസണിലൊക്കെ അരിയൊക്കെ വളരെ കുറവാന്ന് കണ്ടുകൊണ്ട് എല്ലാവരും കുറെ ആൾക്കാർ അരിയൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ അരി കൂടുതലായി, കാരണം സപ്ലൈ കുറയുമ്പം അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിച്ച് എല്ലാവരും എന്ത് ചെയ്തു, നേരത്തെ തന്നെ അത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി അടുത്ത സെൻസിറ്റീവ് ടു ദ കോമ്പറ്റീഷൻ. Demand of a commodity is affected competition in the market. If a manufacturer has a monopoly on a product in market, demand will be its peak and the company can sell the product at any price they want. However, if there is a numerous manufacturers in the market, there will be high competition and the value of product will decrease in the market. അതായത് കോമ്പറ്റീഷൻ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സോപ്പിന്റെ കമ്പനി ആകെ ഒരെണ്ണേ ഉള്ളെങ്കിൽ സോപ്പ് നമുക്ക് വേണം, അപ്പൊ നമ്മൾ അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും, പീക്കിലായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പൊ കുറെ കമ്പനീസ് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം ഏത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പം ഒരു കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഫീൽഡ് ആണെങ്കിൽ എപ്പോഴും അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും, അതിന്റെ ഹൈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡ് എന്താന്ന് പഠിച്ചു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ് പറഞ്ഞു. ഇതിനകത്ത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പറയുക, അതെന്താന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.